അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിക്കാൻ വൻ നീക്കം. ഇറാൻ ഇതിനായി പുതിയ കൊലപാതക ഗൂഢാലോചന ആസൂത്രണം ചെയ്യുന്നതായി ഇസ്രയേൽ നൽകിയ രഹസ്യാന്വേഷണ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. അമേരിക്കൻ ഏജൻസികൾ പോലും തിരിച്ചറിയാതിരുന്ന ഈ അതിരൂക്ഷമായിട്ടുള്ള സുരക്ഷാ ഭീഷണിയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രയേൽ നൽകിയ മുന്നറിയിപ്പിലൂടെയാണ് ലോകം അറിയുന്നത്. മിഡിൽ ഈസ്റ്റിൽ സൈനിക സംഘർഷങ്ങൾ ആളിപ്പടരുന്ന സാഹചര്യത്തിലാണ് ട്രംപിനെ ലക്ഷ്യമിട്ടുള്ള ഇറാന്റെ രഹസ്യ നീക്കം ഇസ്രയേലി ഇന്റലിജൻസ് കണ്ടെത്തിയത്. ട്രംപിനെതിരെ നിരന്തരമായിട്ടുള്ള വധഭീഷണികൾ അമേരിക്കൻ ഏജൻസികൾ നിരീക്ഷിച്ചു വരുന്നുണ്ടായിരുന്നുവെങ്കിലും ഇതിനെല്ലാം വെട്ടിക്കുന്ന തരത്തിൽ പുതിയതും കൂടുതൽ വ്യക്തവുമായിട്ടുള്ള ഒരു പദ്ധതിയാണ് ഇത്തവണ ഇറാൻ തയ്യാറാക്കിയതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കുന്നു. ഇതിന്റെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അതീവ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുകയാണ്. തന്നെ വധിക്കാൻ ഇറാൻ കാലങ്ങളായി ശ്രമിക്കുന്നുണ്ടെന്നും ഇതുവരെ തന്നെ ഭാഗ്യം തുണച്ചു എന്നുമാണ് ഈ മുന്നറിയിപ്പിനോട് പ്രതികരിച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപ് വ്യക്തമാക്കിയത്. ഈ സംഭവ വികാസം ചർച്ചയാകുമ്പോൾ ലോകത്തിന് മുന്നിൽ വീണ്ടും തെളിയുന്നത് ഇസ്രയേലിന്റെ അസാധാരണമായിട്ടുള്ള രഹസ്യാന്വേഷണ വൈഭവമാണ്. അമേരിക്കൻ ഏജൻസികളുടെ മൂക്കിൻ തുമ്പത്ത് നടക്കുന്ന ഗൂഢാലോചന പോലും കൃത്യമായി കണ്ടെത്താൻ ഇസ്രയേലിന് സാധിക്കുന്നു. അതേസമയം ഇറാന്റെ ഈ വധശ്രമ നീക്കങ്ങൾക്ക് പിന്നിൽ അവരുടെ കടുത്ത നിരാശയും നിസ്സഹായാവസ്ഥയും കൂടിയുണ്ട്. യുഎസിന്റെയും ഇസ്രയേലിന്റെയും ശക്തമായിട്ടുള്ള നീക്കങ്ങളിൽ ഇറാന്റെ മുൻ പരമോന്നത നേതാവ് അലി ഖമേനിയും ജനറൽ ഖാസം സുലൈമാനിയും ലാരിജാനിയും ഉൾപ്പെടെയുള്ള മുൻനിര നേതൃത്വം ഒന്നടങ്കം ഇല്ലാതായി കഴിഞ്ഞു. എന്നാൽ ഇതിനൊക്കെ പകരമായി ഇസ്രയേലിന്റെയോ അമേരിക്കയുടെയോ ഏതെങ്കിലും ഒരു രാഷ്ട്ര തലവനെയോ ഉന്നത നേതാക്കളെയോ വധിക്കാൻ ഇറാന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന വലിയൊരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഇറാന്റെ മുൻ പരമോന്നത നേതാവിന്റെ സംസ്കാര ചടങ്ങുകളിൽ ഉയർന്ന US വിരുദ്ധ മുറവിളികളും ട്രംപിനെ ലക്ഷ്യമിട്ട് രൂപീകരിച്ചതായി പറയപ്പെടുന്ന ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ പ്രത്യേക യൂണിറ്റുമെല്ലാം ഇറാന്റെ ഈ പരാജയ ഭീതിയിൽ നിന്ന് ഉണ്ടായതാണ്. ഇറാനുമേൽ കടുത്ത സൈനിക സമ്മർദ്ദം തുടരണമെന്ന ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാദിക്കുമ്പോൾ ആഗോള സാമ്പത്തിക ഭദ്രത കണക്കിലെടുത്ത് യുഎസിന്റെ നേരിട്ടുള്ള സൈനിക ഇടപെടൽ പരിമിതപ്പെടുത്താനാണ് ട്രംപ് താല്പര്യപ്പെടുന്നത്. നയങ്ങളിൽ മാറ്റമുണ്ടെങ്കിലും സുരക്ഷാ കാര്യങ്ങളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ കൃത്യമായിട്ടുള്ള ഏകോപനം നിലനിൽക്കുന്നുണ്ട്. ഇപ്പോഴും അമേരിക്കൻ പ്രസിഡന്റിന് ചുറ്റുമുള്ള സുരക്ഷ നിലവിൽ അതീവ കർശനമായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. തങ്ങളുടെ ശക്തരായിട്ടുള്ള നേതാക്കളെ വധിച്ച ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ഇറാൻ കോപ്പുകൂട്ടുന്നുണ്ടെങ്കിലും ഇസ്രയേലിന്റെ അപ്രതിരോധമായിട്ടുള്ള ഇന്റലിജൻസ് നിരീക്ഷണ വലയത്തെ മറികടന്ന് ട്രംപിന് നേരെ ഒരു വിരൽ പോലും അനക്കാൻ ഇറാന് സാധിക്കില്ല എന്നാണ് ഈ പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.